അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അഡീഷൻ്റെ കേസിലും സബ്സ്ട്രാക്ഷൻ്റെ കേസിലും എങ്ങനെയാണ് വരുന്നത് നമ്മൾ നോക്കി. അഡീഷൻ അസോസിയേറ്റീവ് ആണല്ലേ, അതുപോലെ സബ്ട്രാക്ഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ് ആണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് ആണ്. അപ്പോൾ നമ്മൾ 3 റാഷണൽ നമ്പേഴ്സ് എടുത്തു. A = 1/3, B = 2/3, C = 4/3. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് A × B × C = A × B × C ആണോ എന്നാണ് അല്ലേ. നമുക്ക് നോക്കാം. A × B × C ആദ്യം ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു A എത്രയാണ് 1/3 ഇൻറ്റു B എത്രയാണ് 2/3 അല്ലേ, ഇൻറ്റു C എത്രയാണ് 4/3 ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഡയറക്റ്റ് ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. 2 × 4 എത്ര വരും? 2 4s are 8, 3 3s are 9 എന്നും വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 8 8, 9 3s are 27, 8/27 എന്ന ആൻസർ കിട്ടി. അടുത്തത് നമ്മൾ നോക്കേണ്ടത് A × B × C ആണല്ലേ. A എത്രയാണ് 1/3 ഇൻറ്റു B എത്രയാണ് 2/3 ഇൻറ്റു C എത്രയാണ് 4/3 അല്ലേ. ആദ്യം നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഡയറക്റ്റ് ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തു. 2 / 3 3s are 9 ഇൻറ്റു 4/3 അല്ലേ. വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ 2 4s are 8, 9 3s are 27 വന്നല്ലേ. രണ്ടും 8/27 ആണ് കിട്ടിയത്. അതായത് A × B × C ഈക്വൽ ടു A × B × C എന്ന് കിട്ടി അല്ലേ. therefore നമുക്ക് പറയാം മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ് എന്ന് പറയാം. അതായത് ഒന്നും കൂടി പറയാം. 3 റാഷണൽ നമ്പേഴ്സ് എടുത്തു. A 1/3, B 2/3, C 4/3. A × B × C ചെയ്തു, 8/27 കിട്ടി. A × B × C ചെയ്തു, 8/27 കിട്ടി. രണ്ടും ഈക്വൽ ആണ് അല്ലേ. അതുകൊണ്ട് A × B × C ഈക്വൽ ടു A × B × C എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് നമുക്ക് പറയാം മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. അതായത് A എന്നും B എന്നും C എന്നും 3 റാഷണൽ നമ്പേഴ്സ് എടുത്തു. A × B × C ചെയ്താലും A × B × C ചെയ്താലും എന്താണ്? ഈക്വൽ ആണ്.